comedy show co-branded by Wetland Silks Kollam, powered by ZK Techco Security Systems and North Republic Shirts. ഇനി അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ്, ഓഫ് വെരി സ്പെഷ്യൽ പെർഫോമൻസ്. ആളാരാണെന്ന് അറിയാനായിട്ട് ടേക്ക് എ ലുക്ക് അറ്റ് ദി വീഡിയോ പ്രൊഫൈൽ. അന്ധത എന്ന ദുർവിധിയെ ആത്മവിശ്വാസം കൊണ്ടും കലാപരമായ മികവുകൾ കൊണ്ടും അതിജീവിച്ച അബ്ദുൾ റസാഖ് ഇന്ന് മറ്റുള്ളവർക്കിടയിൽ വേറിട്ട വ്യക്തിത്വമാകുന്നു. തന്റെ 4ാം ക്ലാസ് മുതൽ മിമിക്രി പരിശീലിച്ചു തുടങ്ങിയ അബ്ദുൾ റസാഖ് ഇന്ന് അനുകരണ രംഗത്ത് 18 വർഷങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. പാലക്കാട് അലനല്ലൂർ സ്വദേശിയായ ഈ കലാകാരൻ കുന്തിപ്പുഴ കലാഗ്രാമം ട്രൂപ്പിലെ സ്ഥിര സാന്നിധ്യമാണ്. ഉന്നത വിദ്യാഭ്യാസമുള്ള അബ്ദുൾ റസാഖ് സർക്കാർ ജോലി സ്വന്തമാക്കുക എന്ന ലക്ഷ്യവുമായി പെരിന്തൽമണ്ണയിൽ PSC പരിശീലനവുമായി മുന്നോട്ടു പോവുകയാണ്. അനുകരണകലയിൽ വ്യത്യസ്തതകൾ കൊണ്ട് അമ്പരപ്പിക്കുന്ന അബ്ദുൾ റസാഖിനെ ചിരിവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റസാഖ് ഏതുവരെ പഠിച്ചു എന്നുള്ളത് ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞ് ആദ്യം കേൾപ്പിച്ചേ. ഞാൻ MA B.Ed ക്വാളിഫിക്കേഷനുള്ള വ്യക്തിയാണ്. ആദ്യം എന്താ ചെയ്യാൻ പോണേ? ആദ്യം നമ്മൾ കുറച്ച് വ്യത്യസ്തമായ ശബ്ദങ്ങളാണ് ചെയ്യുന്നത്. ആദ്യമായി പൂച്ചകൾ തമ്മിൽ കടികൂടുന്നത് സ്വാഭാവികമാണ്, നമ്മളെല്ലാവരും കേൾക്കാറുള്ളതാണ്. അതൊന്നാണ് ഞാൻ ആദ്യം പെർഫോം ചെയ്യുന്നത്. ഇനി ചീറിപ്പാഞ്ഞു വരുന്ന ഒരു ആംബുലൻസ് നമ്മളുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ആ ഒരു വോയിസ്. GP പതുക്കെ സൈഡ് കൊടുത്തു. അടുത്തത് നമ്മളെല്ലാവരും റെയിൽവേ സ്റ്റേഷനിലെ അനൗൺസ്മെന്റ് കേൾക്കാം. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു അനൗൺസ്മെന്റിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഒരു മതപ്രഭാഷകൻ റെയിൽവേ അനൗൺസ്മെന്റ് ചെയ്താൽ എങ്ങനെയാണ്? യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കായി നിലമ്പൂരിൽ നിന്നും ഷൊർണൂർ വരെ പോകുന്ന 1, 2, 4, 3, 1 രാജറാണി എക്സ്പ്രസ് ഏതാനും നിമിഷങ്ങൾക്കകം പ്ലാറ്റ്ഫോം നമ്പർ 1 മണ്ടിക്കോ. അടുത്തത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അനുകരിക്കുന്നത് നമ്മുടെ അവതാരകനായ മിഥുൻ സാറിന്റെ ചിരിയാണ്. അടിപൊളി. മനസ്സിലായില്ലേ? ചിരി. അല്ല, ഇത് അനുകരിച്ച് കഴിഞ്ഞപ്പോ പിന്നെ മിഥുൻ ചിരിച്ചപ്പോ സൗണ്ടേ ഇല്ല. ഇനി ചിരിക്കുമ്പോ കോൺഷ്യസ് ആവണം. അടുത്തത് പ്രശസ്തരായ ചില മാപ്പിളപ്പാട്ട് ഗായകരുടെ ശബ്ദമാണ് ഇനി ഞാൻ അടിക്കുന്നത്. ആദ്യമായി എരഞ്ഞോണി മൂസ. ഏറ്റം പീരിഷത്താലേ ആറ്റൽ വിടരറിവാ നിന്റെ എഴുത്ത് കിട്ടി എന്റെ കരള് പൊട്ടി. അടുത്തത് മാപ്പിളപ്പാട്ടിന്റെ ഗായിക കണ്ണൂർ സീനത്ത്. ഉടനെ കഴുത്തന്റെ ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ നേരം തലയാറി അറുക്ക് ബാപ്പാ പിടിവാഴ്വ് ചറുക്ക് ബാപ്പാ. ഇനി ഞാൻ നമ്മുടെ ചാനലിന്റെ കോമഡി ഉത്സവത്തെ പറ്റിയും അവിടുത്തെ ജഡ്ജസിനെ പറ്റിയും അതിന്റെ ഡയറക്ടറെ പറ്റിയും ഞാനൊരു മാപ്പിള രൂപത്തിലൊരു ഗാനം എഴുതിയിട്ടുണ്ട്. അതാണ് ഇനി പ്രസന്റ് ചെയ്യുന്നത്. അറിയപ്പെടാതെ പോകുന്ന കലാകാരന്മാരെ കണ്ടെത്തി അവർക്ക് അനവധി അവസരം നൽകിക്കൊണ്ടു മുന്നേറുന്ന പ്രൊഫഷണല് നമ്മുടെ
കോമഡി ഉത്സവം. അടിപൊളി അടിപൊളി. ഇതിലാജിനെ പോലുള്ള ചൊങ്കുറ്റ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നല്ലൊരു ഗ്രൂമേഴ്സ് അണിനിരന്നിട്ടുള്ള ഈ താരവേദി. അവതാരകനായി പ്രിയമുള്ള മിഥുനും പക്രുചേട്ടൻ ബീജക്കുട്ടൻ കാര്യക്കാരൻ തിനിട്ടോവും അണിനിരന്നിട്ടുള്ള ഈ താരവേദി. എത്ര പ്രശോഭിതം ഇവിടം, എന്തു മനോഹരം. അറിയപ്പെടാതെ പോകുന്ന കലാകാരന്മാരെ കണ്ടെത്തി അവർക്ക് അനവധി അവസരം നൽകിക്കൊണ്ടു മുന്നേറുന്ന ഫ്ലവേഴ്സ് ചാനല് നമ്മുടെ കോമഡി ഉത്സവം. യഥാർത്ഥത്തിലേ ഈ ടിപ്പിക്കൽ മാപ്പിളപ്പാട്ട് പാടുന്നവരുടെ ശബ്ദമുണ്ട്. ഒരു ആ ഒരു ശൈലി കറക്റ്റ് ആയിട്ട് നന്നായിട്ട് പാട് എന്ന് പറഞ്ഞാൽ പാട്ടുകൾ ഇറക്കുക. അബ്ദുൾ റസാഖിന് വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഉയർച്ചയുള്ള ഒരാളാണ്, കലാപരമായിട്ടുമുണ്ട്, പാട്ട് പാടാനുള്ള കഴിവുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉന്നത ശ്രേഷ്ഠനാണ് നിൽക്കുന്നത് ഞങ്ങളുടെ മുമ്പിൽ. ഉറപ്പായിട്ടും. താങ്കൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ് ലൈഫിൽ? നല്ലൊരു ജോലി, അതുപോലെ നമ്മുടെ കലാപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, അറിയപ്പെടുക, ലോകം അംഗീകരിക്കുന്ന ഒരാളായി മാറണം. എനിക്ക് തോന്നുന്നത് ഇപ്പൊ രണ്ടായിട്ടാണ് പറഞ്ഞത് ഒരേ ഇഷ്ടത്തെ. നല്ലൊരു ജോലി, കലാപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. താങ്കൾ കലാപ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ താങ്കൾക്ക് ജോലി വേണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ജീവിതം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യം ഒരുപാട് സന്തോഷത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ലൈഫിൽ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. എനിക്ക് ഉറപ്പുണ്ട് താങ്കൾ ഈ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അത് തന്നെയായിരിക്കും താങ്കളെ ഏറ്റവും കൂടുതൽ ഉയർച്ചയിൽ എത്തിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ. ഉറപ്പായും. പകർച്ചേട്ടാ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു താങ്ക് യു. താങ്കൾ ഒരു സകലകല വല്ലഭനാണ്. പറയാതിരിക്കാൻ വയ്യ. കാരണം ഇപ്പൊ നമ്മൾ കോമഡി ഉത്സവത്തെ കുറിച്ച് തന്നെ പാടിയ പാട്ട് തന്നെ അതാ കറക്റ്റ് മീറ്ററിൽ പക്രവും ബിജുക്കുട്ടനും ടിനീട്ടവും ഒക്കെ എല്ലാവരെയും കൊണ്ടുവരാന്ന് പറഞ്ഞ അതിനിടയിൽ ബിജുവിന്റെ മാസ്റ്റർപീസ് സാധനം. ഇനിയിപ്പോ ഞങ്ങളൊക്കെ ചിരിച്ചു തുടങ്ങും. അങ്ങനെ ചിരിപ്പിക്കുന്ന തരത്തിലേക്ക് അത് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. ഗ്രാൻഡ് ആയിട്ട് നന്നായിട്ട്. ഇരിഞ്ഞോളി മൂസ പുള്ളിയുടെ സൗണ്ട് ആ പാട്ട് പാടിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇത് പാട്ട് പാടാൻ കഴിവുള്ള ഒരാളാണെന്ന്. തീർച്ചയായും. അപ്പൊ റസാഖിന്റെ നമ്മുടെ വക ഒരു ചെറിയ സ്നേഹ സമ്മാനമുണ്ട്. നോർത്ത് റിപ്പബ്ലിക് ഷർട്സിന്റെ സമ്മാനം, ഒപ്പം തന്നെ ZK ടെക്കോ സെക്യൂരിറ്റി സൊല്യൂഷൻസിന്റെ സമ്മാനം. ഇത് ഞാനിപ്പോ നമ്മുടെ സ്പോൺസേഴ്സിന്റെ പേര് കൊടുക്കുകയാണ്. പക്ഷേ കണ്ടിരിക്കുന്ന ആൾക്കാരോട് ഒരു അഭ്യർത്ഥന, നമ്മുടെ അബ്ദുൾ റസാഖിന്റെ പ്രൊഫൈലിൽ ചേർന്ന MA BEd കാരനാണ്. പുള്ളിയുടെ പ്രൊഫൈലിൽ ചേർന്ന ഒരു ജോലി നിങ്ങൾക്ക് കണ്ടെത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. നമുക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. നിങ്ങളുടെ കാര്യം നമ്മൾ കോമഡി ഉത്സവത്തിൽ എന്നും പറയും. ഓക്കെ, താങ്ക്സ് അല്ലോ. ഇത് നമ്മുടെ വക സമ്മാനം. ഓക്കെ.